ഹലോ, ഇത് നമ്മുടെ ക്ലാസ് 8-ലെ പാർട്ട് 2 ആണ് ചാപ്റ്ററിന്റെ. നമ്മളിവിടെ വരെ നിർത്തിയായിരുന്നു. ഉസ്നെ സോച്ചാ और इस भाव से भर उठा कि ईश्वर जरूर उसे गुड़ देगा. അപ്പോൾ അവൻ ഓർത്ത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ കാര്യങ്ങളും ശരിക്കും ചെയ്തിട്ടില്ല, കബി ചോരി നഹി കി, ആരും ഉപദ്രവിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അവൻ എന്തായാലും ശർക്കര കിട്ടും എന്ന്. और तेजी से उठा और घर के अकेले कोने में पूजा करने बैठ गया. അപ്പൊ പെട്ടെന്ന് ഏറ്റിട്ട് പൂജ ചെയ്യേണ്ട റൂമിന്റെ അടുത്ത് നിന്ന് പൂജ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. തभी माँ ने आवाज दी, बेटा पूजा से उठने के बाद बाजार से नमक ले आना. അപ്പോൾ അമ്മന്റെ അമ്മ പറയും, പൂജ നേരത്തിന് ശേഷം നീ മാർക്കറ്റിൽ പോയിട്ട്, ബസാർ എന്ന് പറയുമ്പോൾ പച്ചക്കറി എന്തും കിട്ടുന്നതിന് ബാസാർ എന്ന് പറയുന്നത്, ബസാർ സെ നമക് ലേ ആന, ഉപ്പ് കൊണ്ടുവരാൻ പറയും. उसे लगा जैसे ईश्वर ने उसकी पुकार सुन ली, वरना पूजा पर बैठते ही माँ उसे बाजार जाने को क्यों कहती. അവർ നോക്കും, ദൈവം എന്തായാലും കേട്ട് കാണും, അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാ ഈ പൂജ കയറി ഇരിക്കാൻ നേരത്ത് അമ്മ ഇങ്ങനെ പറയാറില്ലല്ലോ. उसने ध्यान लगाकर पूजा की, फिर पैसे और झोला लेकर बाजार की ओर निकल गया. പ്രാർത്ഥിച്ചിട്ട് കാശും സഞ്ചിയും കൊണ്ട്, झोला എന്ന് പറയുമ്പോൾ സഞ്ചിയും കൊണ്ട് बाजार की ओर निकल गया, മാർക്കറ്റിന്റെ വഴിയിലോട്ട് ഇറങ്ങി. घर से निकलते ही उसे खेत पार करने पड़ते थे, फिर गांव की गली जो ईंट की बनी हुई थी, फिर बाजार की सड़क आती थी. घर से निकलते ही उसे खेत पार करने पड़ते थे. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആദ്യം ഖേത്തായിരുന്നു. ഖേത്ത് മീൻസ് പാടമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഫിർ ഗാവ് കി ഗലി, फिर गांव की गली आती थी. ഗലി എന്ന് പറയുമ്പോൾ ഇടവഴി എന്ന് പറയാം. ജോ ഈഠോ സെ ബനി ഹുയി തി, ഈഠോ കൊണ്ടുണ്ടാക്കിയ ഗലി വരുമായിരുന്നു, ഇഷ്ടി കൊണ്ടുണ്ടാക്കിയ ഗലി വരുമായിരുന്നു. ചെറിയ വീതി കുറഞ്ഞ റോഡിനാണ് ഗലി എന്ന് പറയാം, വീതി കുറഞ്ഞ വഴി. ഓക്കെ, ഫിർ ബസാർ की सड़क आती है. അത് കഴിഞ്ഞിട്ടാണ് ഈ ബസാറിലേക്കുള്ള സടക്ക് വരുന്നത്, റോഡ് വരുന്നത്. അപ്പോഴാണ് റോഡിലെത്തുന്നത്. उस समय शाम हो गई थी, सूरज डूब रहा था. ഈവനിങ് ആയിരുന്നു, സൂരജ് സൺസെറ്റ് ആവുമായിരുന്നു. वह खेतों में चला जा रहा था, आंखें आधी बंद किए, ईश्वर पर ध्यान लगाया और संध्या के मंत्रों को बार बार दोहराते हुए. ഈവനിങ് ആയിരുന്നു, സൂര്യൻ ഇരുട്ടാവുമായിരുന്നു. അപ്പോൾ അവൻ खेत से चला जा रहा था, आंखें बंद किए, वह खेतों में चला जा. അപ്പോൾ അവൻ ആ പാടത്തു കൂടെ, ഇങ്ങനെ പാടത്തിന്റെ വരമ്പ് കൂടെയോ പാടത്തു കൂടെ നടന്നു പോകേണ്ടിരുന്നു. കണ്ണു പകുതി അടച്ചിട്ട്, അതിബന്ധിക്കുകയെ, ദൈവത്തെ വിചാരിച്ചിട്ട്, എല്ലാ ഈവനിങ്ങിലെ മന്ത്രം പ്രാർത്ഥനകളെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ജപിച്ചോണ്ട് അവൻ ഇങ്ങനെ പോവായിരുന്നു. ഉസെ യാദ് നഹി ഉസ്നെ കിത്നി ദേർ മേ ഖേത് പാർ കിയ, അവൻ ഓർമ്മയില്ല അവൻ എത്ര നേരം കൊണ്ടാണ് ഈ ഖേത്ത് ക്രോസ് ചെയ്തത്. याद नहीं उसने कितनी देर में खेत पार की, लेकिन जब वह गांव की ईंटों की गली में आया तब सूरज डूब चुका था. അവൻ ഈ ഇഷ്ടമുള്ള ഈ ചെറിയ വീതി കുറഞ്ഞ വഴിയിലോട്ട് വരുമ്പോഴേക്കും സൂര്യൻ മൊത്തത്തോടെ രാത്രിയായിരുന്നു. സൂരജ് ഡൂബ് ഗയ എന്ന് പറയുമ്പോൾ സൂര്യൻ പ്രകാശം തരാൻ കഴിഞ്ഞായിരുന്നു, രാത്രിയായിരുന്നു, സന്ധ്യയായിരുന്നു. और अंधेरा छाने लगा था, അപ്പോൾ ഇരുട്ടായിരുന്നു. लोग अपने अपने घरों में थे, ആൾക്കാരെല്ലാം വീട്ടിലായിരുന്നു. धुआं उठ रहा था എന്ന് പറയുമ്പോൾ അടുപ്പിന്റെ പുക വരുന്നുണ്ടായിരുന്നു. ധുവാ ഉठ रहा था പറഞ്ഞാൽ പുക വരുന്നുണ്ടായിരുന്നു പറയുമ്പോൾ സന്ധ്യയായി എന്നുള്ള അർത്ഥമാണ്. ആൾക്കാർ ഈവനിങ് രാത്രിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ്, ഈ റൊട്ടി സബ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ അടുപ്പിന്ന് പുകയൊക്കെ വരുന്നത്. ചോപ്പായ ഖാമോഷ് പടേ थे और नीम सर्दी के दिन थे. ഒരു ചെറിയ തണുപ്പ് കാലമായിരുന്നു, അപ്പൊ പെട്ടെന്ന് രാത്രിയാവും, അതാണ് ഇങ്ങനെ പറയുന്നത്. उसने पूरी आंख खोलकर बाहर का कुछ भी देखने की कोशिश नहीं की. അവന് കണ്ണു തുറന്നിട്ട് മുഴുവൻ നടന്നില്ല, പകുതി കണ്ണടച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. वो अपने भीतर देख रहा था, जहाँ गहरे अंधेरे में झिलमिलाता प्रकाश था. അവനെ നോക്കുമായിരുന്നു, മനസ്സിലോട്ട് നോക്കുമായിരുന്നു. ഈ ഇരുട്ടിൽ ഒരു ചെറിയൊരു ചിൽമില്ലാത്ത പ്രകാശ, ഈശ്വർ का प्रकाश, और उस प्रकाश के आगे वह आंखें बंद किए मंत्र पाठ कर रहा था. ദൈവത്തിന്റെ മനസ്സിന്റെ ഒരു പ്രകാശവും അതേപോലെ അങ്ങനെ ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ച് അവൻ ഇങ്ങനെ പോകുമായിരുന്നു. അച്ചാനക് ഉസെ അൻജാൻ കി ആവാസ് സുനായി ദി. അപ്പോൾ പെട്ടെന്ന് അവനൊരു അറിയാത്തൊരു വിളി കേട്ടു. അഞ്ചാൻ എന്ന് പറയുമ്പോൾ അറിയാത്ത ഒരാളുടെ ആവാസ് സുനായി, ഒച്ച കേട്ടു. गांव के सिरे पर एक छोटी सी मस्जिद थी. गांव के सिरे पर एक छोटी सी मस्जिद, അവിടെ ഒരു ചെറിയ മസ്ജിദ് ഉണ്ടായിരുന്നു, മുസ്ലിംസിന്റെ പള്ളി. उसने थोड़ी भी आंखें खोलकर देखा. കുറച്ച് കണ്ണു തുറന്നു നോക്കി. अंधेरा काफी गाढ़ा हो गया था.
ഇരുട്ട് കൂടിയായിരുന്നു. मस्जिद के एक कमरे बराबर दालान में लोग नमाज के लिए इकट्ठे होने लगे थे. അപ്പോൾ നമാസ് വായിക്കേണ്ട നേരായിരുന്നു മസ്ജിദിനകത്ത്. उसके भीतर एक लहर सी आई. उसके पैर ठिठक गए. അതിൻ്റെ ഇടയ്ക്ക് ഒരു തണുത്ത കാറ്റ് വന്നു. അപ്പോഴേക്ക് അവൻ ഒന്ന് സ്ലോ ആയി. पैर ठिठक गए എന്ന് പറഞ്ഞാൽ ഒന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ കാലൊന്ന് ഇതായി. आंखें पूरी बंद हो गई. धैर्य नहीं, कण्णु अड़ഞ്ഞു പോയി. वह मन ही मन कह उठा, ईश्वर यदि तुम हो और मैंने सच्चे मन से तुम्हारी पूजा की है तो मुझे पैसे दो यही इसी वक्त. അപ്പൊ അവൻ ഈ തണുത്ത കാറ്റും ഈ മസ്ജിദിന്റെ അടുത്ത് എത്തിയപ്പോ കണ്ണ് മുഴുവൻ അടച്ച് തണുത്ത കാറ്റ് കുളിർമ പോലത്തെ ഒരു കാറ്റ് വന്ന് അവന്റെ കാലെല്ലാം വരച്ചു. പെട്ടെന്ന് അവന്റെ മനസ്സിൽ വന്നു, നീ ഉണ്ടെങ്കിലും ഞാൻ മനസ്സോടെ പ്രാർത്ഥിക്കുവാണെങ്കിൽ നീ എനിക്ക് കാശ് തായോന്ന്. वही गली में बैठ गया. അവിടെ തന്നെ അവൻ ഇരുന്നു. उसने जमीन पर हाथ रखा. നിലത്ത് കൈ വെച്ച്. जमीन ठंडी थी. हाथों के नीचे कुछ चिकना सा महसूस हुआ. നിലത്ത് ഇരുന്നപ്പോൾ മണ്ണിൽ കൈ വെച്ചപ്പോൾ മണ്ണെല്ലാം ജമീൻ ठंडी थी. ഈ എന്താ പറയുക, ഭൂമി തണുത്തിരിക്കുമായിരുന്നു. തണുപ്പ് കാലാണല്ലോ. നമ്മൾ പെട്ടെന്ന് താഴ്ത്തിരിക്കുമ്പോൾ തണുപ്പാണ് റോട്ടിലൊക്കെ. हाथों के नीचे कुछ चिकना सा महसूस हुआ. അതിൻ്റെ അടിയിൽ എന്തോ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനത്തിന്റെ ഒരു ഫീലിംഗ് വന്നു. महसूस हुआ. അവനൊരു തോന്നി. उल्लास की बिजली सी उसके शरीर में दौड़ गई. ഒരു സന്തോഷത്തിന്റെ ഒരു കറണ്ട് അവന്റെ ശരീരത്തിൽ ഓടി. उसने आंखें खोलकर देखा. അവൻ കണ്ണു തുറന്നു നോക്കി. अंधेरे में उसकी हथेली में एक अठन्नी दमक रही थी. अंधेरे में उसके हथेली में ഇരുട്ടത്ത് അവന്റെ കയ്യില് एक अठन्नी दमक रही थी. ഒരു അഠന്നി അവന്റെ കയ്യില് തിളങ്ങുമായിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലത്തെയാണ്, അതുകൊണ്ടാണ് അഠന്നി പൈസയൊക്കെ ഉണ്ടായിരുന്നു, ചില്ലറ പൈസ ഉണ്ടായിരുന്നു. അപ്പൊ മനിവൻ ഈശ്വർ കെ ചരണോമേ ലൂട്ടുക. അവൻ മനസ്സോടെ ദൈവത്തിന്റെ കാലയിൽ വീണു. ഖുഷി കെ സമുദ്രമേ ഝൂലനെ ലഗ. സന്തോഷത്തിന്റെ സമുദ്രത്തിനകത്ത് അങ്ങനെ പാറി നടക്കാൻ തുടങ്ങി. ഝൂലനെ ലഗ. ഉസ്നെ ഉസ് അഠന്നി കോ ബാർ ബാർ നിഹാര ചൂമ മാഥേ സെ ലഗായ. ആ അഠന്നിയുടെ ചില്ലറ പൈസ കൊണ്ട് അവൻ അത് ഉമ്മ വെച്ചു, നെറ്റിയെ വെച്ചു. പിന്നെ സന്തോഷത്തോടെ നോക്കി. ക്യോക്കി വഹ ഏക് അഠന്നി നഹീ थी. ഉസ് ഗരീബ് पर ईश्वर की कृपा थी. അതൊരു കാശല്ലായിരുന്നു, ഒരു കാശ് പോലെ അല്ലായിരുന്നു, അഠന്നി അല്ലായിരുന്നു. അതൊരു ദൈവത്തിന്റെ അനുഗ്രഹമായിരുന്നു. അവൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അവന് ഇങ്ങനെ കിട്ടിയെന്ന് പറയും. उसकी सारी पूजा और सच्चाई का ईश्वर की ओर से इनाम था. അവന്റെ എല്ലാ ഇത്രയും പ്രാർത്ഥിച്ചതിന്റെയും ഇത്രയും നല്ല മനസ്സ് കാണിച്ചതിന്റെ അവന്റെ ഈശ്വർ കി ഓർ സെ ഏക് ഇനാം ഥാ. ഒരു ദൈവത്തിന്റെ അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത് അവന് ഈ അഠന്നി കിട്ടിയത്. ഈശ്വർ ജറൂർ ഹേ ഉസ്കാ മൻ ചില്ലാനെ ലഗ. അവൻ സന്തോഷത്തോടെ ദൈവം എന്തായാലും ഉണ്ട്. നീ പടത്തിനകത്ത് കാണാം അവന്റെ കയ്യിൽ ഒരു അഠന്നി ഉണ്ട്. ഭഗവാൻ മേ തുമ്ഹാരാ ബഹുത് ഛോട്ടാ സേവക് ഹൂം മേ സാരാ ജീവൻ തുമ്ഹാരി ഭക്തി കരും. അപ്പൊ പറയും ഞാനൊരു ചെറിയൊരു സേവകാണ്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ആരാ, ഒരു ചെറിയൊരു മനുഷ്യനാണ് നമ്മൾ എന്നും ഞാൻ എന്നെ പൂജിക്കുന്നു പറയും. മുജേ കഭി മത് ബിസ്റാന. എന്നെ ഒരിക്കലും വിട്ടു കളയരുത്. ഉൾട്ടെ സീതേ ശബ്ദമേ ഉസ്നെ മൻ ഹി മൻ കഹ ഓർ ബജാർ കി തരഫ് ദൗड़ पड़ा. അത് ഇതെല്ലാം മനസ്സിലെ സന്തോഷങ്ങളെല്ലാം അവൻ ബജാറിനെ ഓടിക്കുന്നത്. അഠന്നി ഉസ്നെ ജോർ സെ ഹത്തേലി മേ ദബാ റക്കി थी. അഠന്നിന്റെ ഹത്തേലി എന്ന് പറയുമ്പോൾ കൈയിന്റെ അകത്ത് മുട്ടി, ഹത്തേലി എന്ന് പറയുമ്പോൾ കൈയിന്റെ ഇടയിൽ ഇങ്ങനെ ഉറക്കെ ഈ പൈസ പിടിച്ചു വെച്ചായിരുന്നു. ജബ് ദുക്കാൻ പർ പहुंचा तो लालटेन जल चुकी थी. കടയിൽ എത്തുമ്പോഴേക്ക് ലാൽട്ടൈൻ കത്തിയായിരുന്നു. ലാൽട്ടൈൻ എന്ന് പറഞ്ഞാൽ ലാൻടൈൻ, നമ്മുടെ വിളക്ക് പണ്ടത്തെ കാലത്തെ. पंसारी उसने सामने हाथ जोड़े बैठा था. थोड़ी देर में उसने आंखें खोली और पूछा क्या चाहिए. അപ്പോൾ കടക്കാരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്നോട് എന്താ വേണ്ടേ. उसने हथेली में चमकती अठन्नी देखी और बोली 8 आने का सफेद गुड़. उसने हथेली में चमकती अठन्नी देखी और बोली, കാശ് കണ്ടിട്ട് പറഞ്ഞു 8 आने का सफेद गुड़. सफेद गुड़ വേണമെന്ന് പറഞ്ഞു, ശർക്കര. ये कहकर उसने गर्व से अठन्नी പൻസാരി की तरफ गद्दी पर फेंकी. അപ്പോൾ അവൻ ഇതും പറഞ്ഞിട്ട് അവന്റെ കയ്യിലത്തെ ഈ അഠന്നി ആ കടക്കാരന്റെ അവര് ഇങ്ങനെ ഗദ്ദേമേരിക്കുക. ഗദ്ദ എന്ന് പറയുമ്പോൾ കിടക്ക വിരിച്ചിട്ട് താഴേക്ക് ഇരിക്കുക ഈ കടക്കാരൊക്കെ. അപ്പോൾ ആ ഗദ്ദയിലിട്ട് ഫേക്ക് എന്ന് പറയുമ്പോൾ എറിഞ്ഞു കൊടുത്തു, അങ്ങോട്ട് കയ്യിൽ കൊടുത്തില്ല. पर वह गद्दी पर ना गिरे. उसने सामने रखी धनिये के डिब्बे में गिर गई. അപ്പോൾ ഇത് ആ ഗദ്ദിമ വീഴാണ്ട് ഈ
सामने रखी धनिया के डिब्बे में गिर गई. അവിടെ ഒരു ധനിയയുടെ ഡബ്ബ ഉണ്ടായിരുന്നു. ധനിയ എന്ന് പറയുമ്പോൾ മല്ലിപ്പൊടി, മല്ലിയുടെ ഡബ്ബയിലേക്ക് കാശ് വീണത്. पंसारी ने उसे डब्बे में टटोला पर उसने अठन्नी नहीं मिला. അപ്പോ ആ മനുഷ്യൻ, ആ കടക്കാരൻ അതിന്റെ കൈയിട്ട് ഈ ഡിബ്ബയ്ക്കകത്ത് കൈയിട്ട് ടട്ടോല എന്ന് പറയുമ്പോ കൈയിട്ട് തപ്പുകയാണ്. उसने अठन्नी नहीं मिला, उसमें अठन्नी उसको नहीं मिला. तो उसको क्या हुआ, अठन्नी കിട്ടിയില്ല അവനാണ്. एक छोटा सा कपड़ा जरूर था जिसे पंसारी ने निकाल कर फेंक दिया. ഒരു ചൂരി തുണിക്കഷ്ണം ഉണ്ടായിരുന്നു, ചിക്കന പത്ഥർ. ഒരു പത്ഥർ ഉണ്ടായിരുന്നു, സോറി ചിക്കന പത്ഥർ ഉണ്ടായിരുന്നു. जरूर था जिसे अयाल अदड़ते കളഞ്ഞു. उसका चेहरा एकदम से काला पड़ गया, सिर घूम गया जिससे शरीर का सारा खून निकल गया, आंखें छलछला आई. तो उसका चेहरा एकदम से काला पड़ गया, डार्क आई, मुഖം ദേഷ്യം വന്നു. सिर घूम गया जैसे शरीर का सारा खून निकल गया, आंखें छलछला आई. कहाँ गई अठन्नी, अंसारी ने भी हैरत से कहा. അപ്പൊ അവൻ എവിടെ പോയി കാശ്? കടക്കാരൻ ഇങ്ങനെ ഒരു ഇതില് പറഞ്ഞു, हैरत से कहा, क्वेश्चन ചോദ്യം പോലെ. उसे लगा जैसे वह रो पड़ेगा. देखते देखते सबसे ताकतवर ईश्वर की ओर उसने सामने मौत हो गई थी. അവന് പെട്ടെന്ന് അങ്ങ് കരയണ പോലെയായി. जैसे वह रो पड़ेगा, उसे लगा जैसे वह रो पड़ेगा. देखते देखते सबसे ताकतवर ईश्वर की उसके सामने मौत हो गई. അവന് ദൈവം മരിച്ച പോലെ തോന്നി. उसने मरे हाथों से जेब से पैसे निकाले, नमक लिया और जाने लगा. വിഷമിച്ചിട്ട് ഇനിയിപ്പോ അട്ടണ്ണി കാണുന്നില്ലൊന്നും പറയാൻ പറ്റില്ല. കാശ് എടുത്തിട്ട് നമക്ക് ജേബ് സെ പൈസ നിക്കാല, പോക്കറ്റിനകത്ത് കാശ് എടുത്തിട്ട് ഈ നമക്ക് ലിയ, നമക്ക് എന്ന് പറയുമ്പോൾ ഉപ്പ് വാങ്ങിച്ച് और जाने लगा. ठीक है. दुकानदार ने उसे उदास देखकर कहा, गुड़ ले लो, पैसे फिर आ जाएंगे. പറഞ്ഞു, നീ സഫേദ് കൂടെ എടുത്തോ, കാശ് പിന്നെ വരും. नहीं, उसने कहा और रो पड़ा. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. अच्छा पैसे मत देना, मेरी ओर से थोड़ा सा गुड़ ले लो. दुकानदार ने प्यार से कहा और एक टुकड़ा तोड़कर उसे देने लगा. കാശ് നീ തരണ്ട, സാറില്ല, നീ മേടിക്കണ്ട, നീ കഷ്ണം എന്റെ ഞാൻ നിനക്ക് തരുവാണ്, നീ മേടിച്ചോളാൻ പറ്റും. उसने मुंह फिरा लिया और चल दिया. അവൻ വാങ്ങിച്ചില്ല, തിരിച്ചുപോയി. उसने ईश्वर से मांगा था, दुकानदार से नहीं. दूसरों की दया उसे नहीं ചെയ്യാം. അവൻ ദൈവത്തോടായിരുന്നു ചോദിച്ചത്, ദൈവം കൊടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് കടക്കാരന്റെ ഔദാര്യം വേണ്ടാന്നുള്ളൊരു മനസ്സും അനുവദിച്ചു. ലേക്കിൻ അബ് വഹ് ഈശ്വർ സെ കുച്ച് नहीं मांगता. അപ്പൊ ഇതായി, ദൂസരി की दया उसे नहीं चाहिए. അപ്പൊ വേറെ ആരെയും ദയ വേണ്ടാന്ന് പറയും. അപ്പൊ ലാസ്റ്റ് എന്താ, ലേക്കിൻ അബ് വഹ് ഈശ്വർ സെ കുച്ച് नहीं मांगता. ഇനിയിപ്പോ അവൻ ദൈവത്തോട് ഒന്നും ചോദിക്കാറില്ല. കാരണം അവന്റെ ആ കാശ് കാണാതെ പോയതുകൊണ്ട് അവൻ ആ ഈശ്വർ സെ കുച്ച് नहीं मांगता. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ട് കാണുന്നു. माँ बेटी फटे कपड़े सील रही थी, माँ बैठी फटे कपड़े सील रही थी. निम्नलिखित वाक्य पर ध्यान दे, बताए रेखांकित शब्दों में क्या संबंध है. इस प्रकार आपसी संबंध रखने वाले शब्द पाठ से चुनकर लिखे. फटे कपड़े. അപ്പോൾ ഇത് ഇങ്ങനെ ഇതാണ്, ക്വസ്റ്റ്യൻ മാർക്സ് ആണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണും. Thanks for watching. Thank you.